Welcome to Gradient. Nomenclature of Organic Compound and Isomers എന്ന ചാപ്റ്ററിൻ്റെ 4ാമത്തെ ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ഭാഗം പഠിക്കാൻ പോവുകയാണ്. അതായത് ഒരു ഹൈഡ്രോ കാർബൺ ചെയിനിലോട്ട് ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് വരുമ്പോൾ അവിടെ എന്ത് മാറ്റമാണ് നടക്കുന്നത് എന്നതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ബ്രാഞ്ച് ചെയ്ത് പോകുന്ന ഹൈഡ്രോ കാർബണുകളെ എങ്ങനെ പേര് കൊടുക്കണം എന്ന കാര്യം നമ്മൾ ആൽക്കെയിൻ ആണെങ്കിൽ എങ്ങനെയാണ്, ആൽക്കെയിനിൽ ഒന്നിലധികം ബ്രാഞ്ചുകൾ വന്നാൽ എങ്ങനെയാണ്, ആൽക്കീനിൽ എങ്ങനെയാണ്, ആൽക്കൈനിൽ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മളെല്ലാം വ്യക്തമായിട്ട് ആദ്യത്തെ 3 ക്ലാസ്സുകൾ കൊണ്ട് കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്. അപ്പോൾ എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പ്? ഈ കാർബണിൻ്റെ 4 വാലൻസികളുണ്ട് അല്ലേ? ഈ 4 വാലൻസിയിൽ ഏതെങ്കിലും ആറ്റമോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റമോ വന്ന് ചേരാറുണ്ട്. ഞാൻ ആദ്യം ഓർഗാനിക് കോമ്പൗണ്ട് പഠിച്ചപ്പോൾ പറഞ്ഞു, എല്ലാ തവണയും കാർബണോടൊപ്പം വന്ന് ചേരുന്ന ആൾ ഹൈഡ്രോജൻ തന്നെ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഹൈഡ്രോജൻ ആകാം, ഓക്സിജൻ ആകാം, നൈട്രോജൻ ആകാം. ചിലപ്പോൾ ഹൈഡ്രോജനും ഓക്സിജനും കൂടെ ചേർന്നിട്ട് ഒരു ഗ്രൂപ്പിനൊക്കെ വന്ന് ചേരാൻ പറ്റും. ഇങ്ങനെ ഈ പറയുന്ന ഒരു ഗ്രൂപ്പ് വന്ന് ചേരുന്നതിലൂടെ ഈ പറയുന്ന ഹൈഡ്രോ കാർബൺ ചെയിൻ ഉണ്ടല്ലോ, അതിൻ്റെ പ്രോപ്പർട്ടീസ് മൊത്തമായിട്ട് മാറുമ്പോൾ അവരെയാണ് നമ്മൾ, ആ വന്ന് ചേരുന്ന ആളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ഫങ്ഷണൽ ഗ്രൂപ്പ്. ഒരു ഉദാഹരണം നോക്കാം. ഇവിടെ കാർബണിൻ്റെ 4 വാലൻസികളിൽ നോക്കിക്കഴിഞ്ഞാൽ 3 ഹൈഡ്രോജൻ തന്നെയാണ്. എന്നാൽ ഒരു സ്ഥലത്ത് ഇവിടെ നോക്കി, ഇവിടെ 4 സ്ഥലത്തും ഹൈഡ്രോജൻ ആകുമ്പോൾ നമ്മൾ അതിനെ മീഥെയ്ൻ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ഒരു സ്ഥലത്തുള്ള ഹൈഡ്രോജനെ മാറ്റിയിട്ട് ഒരു OH ഗ്രൂപ്പ് വന്ന് ചേർന്നു. എന്ത് വന്ന് ചേർന്നു? ഒരു OH ഗ്രൂപ്പ് വന്ന് ചേർന്നു. ഇങ്ങനെ വന്ന് ചേരുമ്പോൾ നമ്മൾ പേര് മാറ്റിയതിനെ മെത്തനോൾ എന്ന് വിളിക്കും. മീഥെയ്നുമായിട്ട് യാതൊരു ബന്ധവും ആർക്കില്ല, മെത്തനോളില്ല. പ്രോപ്പർട്ടീസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇനി ഈ പറയുന്ന ഒരു ഹൈഡ്രോജനെ മാറ്റിയിട്ട് അവിടെ ഒരു ക്ലോറിനെ കൊണ്ടുവന്നപ്പോൾ എന്ത് പറ്റി? അത് ക്ലോറോ മീഥെയ്നായിട്ട് മാറി. ഈ മെത്തനോൾ എന്ന് പറയുന്ന കാര്യവും അതുപോലെ തന്നെ ഈ ക്ലോറോ മീഥെയ്ൻ എന്ന് പറയുന്ന ആൾക്കാർക്കും ഒരു OHൻ്റെയും ഒരു CLൻ്റെയും വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ ഇവിടെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് എന്താണ്? എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഒരാൾ അല്ലെങ്കിൽ ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റം വന്ന് ചേരുന്നതിലൂടെ ഒരു ഹൈഡ്രോ കാർബൺ, ആർക്കാണ്? ഒരു ഹൈഡ്രോ കാർബൺ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു ചേർന്നാൽ ആ വന്നു ചേരുന്ന ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ആറ്റത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പ്? ആൻ ആറ്റം ഓർ എ ഗ്രൂപ്പ് ഓഫ് ആറ്റം ബോണ്ടഡ് ടു കാർബൺ ഇൻ എൻ ഓർഗാനിക് കോമ്പൗണ്ട്. അപ്പോൾ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ചെയിൻ ഉണ്ട്. അതിനകത്ത് ആര് വരുന്നു? ഒരു ആറ്റമോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റമോ വരുന്നു. എന്നിട്ട് എന്ത് ചെയ്യും? ആ വന്നു കയറിയവൻ കാര്യങ്ങൾ മൊത്തം അങ്ങോട്ട് തീരുമാനിക്കും. ഡിറ്റർമൈൻസ് ദ ഡിസ്റ്റിങ്റ്റീവ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടി ഓഫ് ദാറ്റ് കോമ്പൗണ്ട്. ദിസ് ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റം ഈസ് കോൾഡ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഈ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു വെച്ചേക്കണം. എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പ്? ഒരുപാട് ഫങ്ഷണൽ ഗ്രൂപ്പുകളുണ്ട്. അതിൽ കുറേ ആൾക്കാരെ പറ്റി നമ്മൾ പഠിക്കാനും പോവുകയാണ്. പക്ഷേ എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം, ഒരു ആറ്റമോ ഒരു ആറ്റം ഗ്രൂപ്പോ എന്ത് വരുന്നു? ഒരു ഓർഗാനിക് കോമ്പൗണ്ടിലേക്ക് വരുന്നു. ആ വന്ന് കയറുന്നവൻ ആ പറയുന്ന ആ ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ പ്രോപ്പർട്ടീസ് മൊത്തം മാറ്റുന്നു അല്ലെങ്കിൽ മൊത്തം കൺട്രോൾ ചെയ്യുന്നു എങ്കിൽ ആ വന്നു ചേരുന്നവനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട 2 ഫങ്ഷണൽ ഗ്രൂപ്പിനെ പറ്റിയിട്ടും ആ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പേര് കൊടുക്കുന്ന രീതികളെ പറ്റിയിട്ടും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കും. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ, ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓൺലൈൻ ട്യൂഷൻ ആവശ്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നമ്മൾ ഗൂഗിൾ മീറ്റ് പോലെയുള്ള പ്ലാറ്റ്ഫോം വഴി ഓൺലൈൻ ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ട്യൂഷനുകൾക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ എന്ത് ചെയ്യുക? മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിനെ പറ്റിയാണ്. ആരാണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്? പേരിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. ഹൈഡ്രോ എന്ന് പറയുമ്പോൾ എന്താണ്? ഹൈഡ്രോജൻ. ഓക്സിൽ എന്ന് പറയുമ്പോൾ ഓക്സിജൻ. അപ്പോൾ ഹൈഡ്രോജനും ഓക്സിജനും കൂടെ തമ്മിൽ അങ്ങോട്ട് ചേരുക. നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ 8 അല്ലേടാ? അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗർ എത്രയാണ്? 2 6. അപ്പോൾ ഇവൻ എന്ത് വേണം? ഇവന് സ്റ്റേബിൾ ആകണമെങ്കിൽ 2 ആൾക്കാരുടെ ആവശ്യമുണ്ട്. സാധാരണ ഒരു കാർബൺ ചെയിനിൻ്റെ 3 ഇവിടെ തന്നെ ആര് തന്നെയായിരിക്കും? ഹൈഡ്രോജൻ തന്നെ ആയിരിക്കും. ഒരു ബോണ്ടൊക്കെയാണ് ആകെപ്പാടെ ഫ്രീ ആയിട്ട് കിട്ടുന്നത്. ആ ബോണ്ടിൽ ഇവന് ചെന്ന് ചേർന്നുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഇവ എന്ത് ചെയ്യും? ഒരു ഹൈഡ്രോജനുമായിട്ട് അങ്ങ് കൂടിച്ചേർന്ന് ആരായിട്ട് മാറും? OH ആയിട്ട് മാറും. എന്നിട്ട് ഈ OH പോയിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ഈ പറയുന്ന ഹൈഡ്രോ കാർബൺ ചെയിനിലോട്ട് ലിങ്ക് ചെയ്യും. എല്ലാവർക്കും തൃപ്തിയായി. കാർബണും 4 കിട്ടി, ഈ പറയുന്ന ഓക്സിജനും 2 കിട്ടി, ഈ ഹൈഡ്രോജനും 1 കിട്ടി. അങ്ങനെ ഇവർ മൊത്തത്തിൽ എന്ത് ചെയ്യും? സേഫായിട്ട് മാറും. അങ്ങനെ ഹൈഡ്രോജനും ഓക്സിജനും കൂടെ ചേർന്ന് ഫോം ചെയ്യുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് അഥവാ OH ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആൾ ചില്ലറക്കാരനല്ല.
ഈ പറയുന്ന OH ഗ്രൂപ്പ് ഒരു ഹൈഡ്രോ കാർബൺ ചെയിനിൽ വന്ന് ചേർന്ന് കഴിയുമ്പോൾ അവനൊരു പേര് പറഞ്ഞ് വിളിക്കും. ആ പേര് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അവനെയാണ് നമ്മൾ ആൽക്കഹോൾ എന്ന് വിളിക്കുന്നത്. കേട്ടിട്ടുണ്ടാകുമല്ലോ ആൽക്കഹോൾ എന്ന് പറയുന്ന ചില മാമന്മാരും ചേട്ടന്മാരും ഒക്കെ ക്യൂ നിന്ന് കഷ്ടപ്പെട്ട് വാങ്ങിച്ച് കുടിച്ച് ബോധം കെട്ട് കിടക്കുന്ന ആ വൃത്തികെട്ട സാധനമായിട്ടുള്ള ആൽക്കഹോൾ ഉണ്ടാവുന്നത് ഇവന്മാർ രണ്ടുപേരും കൂടെ ഒരു സാധാരണ മീഥേൻ അല്ലെങ്കിൽ ഒരു ഈഥേനിൽ പോയിട്ട് ചേരുമ്പോഴാണ്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ എന്താണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്? നോക്കിയേ, ഒരു OH ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു OH ഗ്രൂപ്പിൻ്റെ പ്രസൻസ് ഒരു കാർബൺ ചെയിനിൽ വരുമ്പോഴത്തേക്കും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി മൊത്തം ചേഞ്ച് ചെയ്യും. അങ്ങനെ ഒരു ആലിഫാറ്റിക് ഹൈഡ്രോ കാർബൺ, സ്ട്രെയിറ്റ് ചെയിൻ ഹൈഡ്രോ കാർബൺ ആലിഫാറ്റിക്കും ആരോമാറ്റിക്കും കഴിഞ്ഞുള്ള പഠിച്ചതാണല്ലേ. അപ്പോൾ എന്താണ് സ്ട്രെയിറ്റ് ചെയിൻ ഹൈഡ്രോ കാർബൺ എന്ന് തൽക്കാലം ഓർത്ത് വെച്ചോ. അപ്പോൾ ഒരു ആലിഫാറ്റിക് ഹൈഡ്രോ കാർബണിൽ ഒരു OH ഗ്രൂപ്പ് വരുമ്പോഴത്തേക്കും അതിനെ നമ്മൾ എന്ത് വിളിക്കും? ആൽക്കഹോൾ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ആൽക്കഹോൾ എന്ന് വിളിക്കും. അപ്പോൾ 2 പോയിന്റുകളാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ഒന്ന്, എന്താണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്? എന്താണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്? ഹൈഡ്രോക്സിൽ പേര് കേൾക്കുമ്പോൾ തന്നെ H ഫോർ ഹൈഡ്രജൻ, ഓക്സിൽ O ഫോർ ഓക്സിജൻ. അപ്പോൾ ഈ പറയുന്ന OH ഗ്രൂപ്പ്, ഈ OH എന്ന എന്ത് ഗ്രൂപ്പ്? ഈ OH എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഇവിടെ വന്ന് ചേരുകയാണ്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണ്, ഒരു മീഥേൻ നമ്മൾ എടുക്കും. മീഥേൻ എന്ന് പറയുമ്പോൾ അറിയാം, ഒരു കാർബൺ ഉണ്ടാകും, കാർബണ് 4 വാലൻസി ഉണ്ടാകും, അതിൽ ഹൈഡ്രജൻ 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 ആണെങ്കിൽ അത് മീഥേൻ. എന്നാൽ അവിടുത്തെ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് ആര് വരികയാണ്? ഈ ഒരു OH വരുമ്പോൾ ഇവനാണ് എന്തായിട്ട് മാറുന്നത്? മെത്തനോളായിട്ട് മാറുന്നത്. എന്തായിട്ട് മാറുന്നത്? മെത്തനോളായിട്ട് മാറുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഒരു OH വന്ന് ചേരുന്നതിലൂടെ ഈ പറയുന്ന മീഥേനിൻ്റെ പ്രോപ്പർട്ടീസ് എൻ്റയർലി മാറുന്നത് കൊണ്ട് ഇതൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് ആണെന്നും, ആ ഫങ്ഷണൽ ഗ്രൂപ്പ് വന്ന് ചേർന്ന് കഴിയുമ്പോൾ ആണ് എന്ത്? ഇവിടെ ഈ പറയുന്ന മൊത്തത്തിലുള്ള ആൾക്കാർ ചേർത്ത് പലതരം ആൽക്കഹോൾ എന്ന് വിളിക്കും അല്ലേ. ഇപ്പോൾ മെത്ത് വന്നുകൊണ്ട് മെത്തനോൾ, എത്ത് വന്നെങ്കിൽ എത്തനോൾ, പ്രൊപ്പനോൾ, ബ്യൂട്ടനോൾ, പെൻറ്റനോൾ, ഹെക്സനോൾ എന്ന് പറഞ്ഞങ്ങനെ പോകും. ഓക്കെ ആണല്ലോ. നെയ്മിങ്ങിലോട്ട് വരുമ്പോഴത്തേക്കും വളരെ സിമ്പിളാണ്. എപ്പോൾ? 2 പേരുള്ള കേസിൽ. അതായത് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞു 4 കാർബൺ ഇങ്ങനെ ഇരിക്കുകയാണ്, 4 വാലൻസി ഉണ്ട്, 3 ഹൈഡ്രജൻ ഇരിക്കുന്നു, 4ാമതായിട്ട് OH വന്ന് ചേരുന്നു. അപ്പോൾ OH വരുന്നതിന് മുമ്പ് ഇവൻ്റെ പേരെന്തായിരുന്നു? മീഥെയ്ൻ എന്നായിരുന്നു. ഈ അവസാനത്തെ EA അങ്ങോട്ട് മാറ്റിയിട്ട് ആൽക്കഹോളിൻ്റെ OL അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ആൽക്കഹോൾ എന്ന് എഴുതുമ്പോൾ അവസാനം ഒരു OL ഉണ്ടല്ലോ, ആ OL അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? METHANOL. പേര് കിട്ടി, സിമ്പിൾ മെത്തനോൾ. പേര് കിട്ടി, സിമ്പിള് മെത്തനോൾ എന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ കേസ് നമുക്ക് നോക്കാം. ഒരു എത്തനോളിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു CH3CH2 കൂട്ടത്തിൽ ആര് വന്ന് ചേരുന്നു? OH വന്ന് ചേരുന്നു. അപ്പോൾ നോർമലി ഇവൻ്റെ പേരെന്താണ്? ഇവൻ്റെ പേര് ഈ OH ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ CH3CH2 ആയിരുന്നെങ്കിൽ എന്തായിരുന്നു? അല്ലെങ്കിൽ CH3CH3 ആണെങ്കിൽ എന്തായിരുന്നു? ETHANE. ഓക്കെ, ഈഥെയ്നായിരുന്നു. അപ്പോൾ ഈ മാറ്റിയിട്ട് ആര് വരും? ഓള് വരും. ആര് വരും? ഓള് വരും. അപ്പോൾ എന്ത് കിട്ടും? എത്തനോൾ കിട്ടും. എന്ത് കിട്ടും? എത്തനോൾ കിട്ടും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, എത്ര രസം, എന്ത് രസം അല്ലേ, പൊസിഷനും നമ്പറോ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന നമ്പർ ഒന്നും ഇടാതെ സിമ്പിളായിട്ട് കിട്ടുമെന്ന് വിചാരിക്കും. പക്ഷേ അല്ല. പ്രശ്നം വരുന്നത് 3 പേര് വരുമ്പോഴാണ്. മെത്തനോളോ എത്തനോളോ സെറ്റായി കാണുമല്ലോ. അപ്പോൾ ആൽക്കേനിൻ്റെ അവസാനത്തെ ഈ മാറ്റിയിട്ട് ഒരു ഓള് വന്നാൽ നമുക്ക് എന്ത് കിട്ടും? ആൽക്കനോളുകൾ കിട്ടും. അപ്പോൾ ഈ ആൽക്കീൻ ആണോ എന്തോ ആയിക്കോട്ടെ, അവസാനത്തെ ഈ മാറ്റി എന്ത് ചെയ്യണം? ഓളെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിളാണ് മീഥെയ്ൻ. മീഥെയ്ൻ്റെ ഈ മാറ്റിയിട്ട് ആര് വന്നു? ഓള് വന്നപ്പോൾ മെത്തനോൾ വന്നു. ഇതാണ് മെത്തനോൾ, CH3OH. ഇനി ഈ പറയുന്ന CH3CH2 എന്ന് പറയുന്ന ഈഥെയ്ൻ്റെ ഓളും ഈ മാറ്റിയിട്ട് ഓള് വന്നപ്പോൾ എന്ത് കിട്ടി? എത്തനോളും കിട്ടി, വിഷയമില്ല. പക്ഷെ 3 വരുമ്പോഴാണ് പ്രശ്നം. ഇവിടെ നോക്കടാ, CH3CH2CH2 മെത്ത് എത്ത് പ്രൊപ്പ്, OH വന്നുകൊണ്ട് ഓള് കൊടുക്കാന്ന് വെച്ചാൽ നമ്മൾ പറയും പ്രൊപ്പനോൾ എന്ന് പറയും. അപ്പോൾ ഇവിടെ നോക്കുകയും ഇവിടെയും മെത്ത് എത്ത് പ്രൊപ്പ്, പക്ഷേ രണ്ടാമത്തേലാണ് OH വന്നത്. അപ്പോൾ ഇവനെ നമ്മൾ എന്ത് വിളിക്കും? പ്രൊപ്പനോൾ എന്ന് വിളിക്കുമോ? അപ്പോൾ പ്രൊപ്പനോൾ ഈ പറയുന്ന OHൻ്റെ പൊസിഷന് യാതൊരു വിലയില്ലെന്നാണോ? അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച അതേ പരിപാടി എടുത്തങ്ങോട്ട് വീണ്ടും അപ്ലൈ ചെയ്യണം. എന്താ പരിപാടി? നമ്പറിങ് കൊടുക്കണം. എന്ത് കൊടുക്കണം? നമ്പറിങ് കൊടുക്കണം. 1 2 3 നമ്പറിങ് കൊടുക്കണം. അപ്പോൾ നോക്കൂ, 3ാമത്തേലാണോ OH വന്നിരിക്കുന്നത്? അല്ല. നമുക്കറിയാം അല്ലേ, വന്ന് കയറിയ അതിഥിക്ക് എപ്പോഴും നമ്മൾ ബഹുമാനം കൊടുക്കും. അപ്പോൾ അതിഥിക്ക് എപ്പോഴും ഏറ്റവും ലോവസ്റ്റ് നമ്പർ കിട്ടണം. അപ്പോൾ നമ്മൾ ഇടത്തിൽ നിന്ന് ഇങ്ങോട്ട് നമ്പർ ഇടും. 1 2 3. രണ്ടാമത്തേൽ കുഴപ്പമില്ല അല്ലേ, 1 2 3 എന്ന് ഇട്ടാൽ ഇവിടെ ഇട്ടാൽ രണ്ടാമത്തെ പൊസിഷനിലാണ്. ഇനി പേരെങ്ങനെ കൊടുക്കും? പേര് കൊടുക്കാൻ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഇവൻ ആരെന്ന് നോക്കണം. മെത്ത് എത്ത് പ്രൊപ്പ്, തൊട്ട് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ. അപ്പോൾ എന്താണ്? പ്രൊപ്പൻ അല്ലേ, പ്രൊപ്പൻ. പ്രൊപ്പൈൻ ആണെങ്കിൽ ഈ കൂടി ഉണ്ടായിരുന്നെങ്കിൽ പ്രൊപ്പൈൻ ആയേനെ.
പക്ഷെ നമുക്കറിയാം ഈ മാറ്റിയിട്ടാണ് ഓൾ വരേണ്ടത്. പക്ഷേ ഓൾ എവിടെ വന്നു? ഒന്നാമത്തെ പൊസിഷനിലേ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഹൈഫൺ കൊടുത്തിട്ട് ഒന്നാമതാണ് ഓൾ എന്ന് പറയും. അപ്പോൾ പ്രൊപ്പൻ 1 ഓൾ എന്ന് കിട്ടും. രണ്ടാമത്തെ കേസ് നോക്കിയേ. രണ്ടാമതും അത് എന്ത് തന്നെയാണ്? മെത്ത് എത്ത് പ്രൊപ്പ്. അപ്പോൾ PROPANE വരേണ്ടതാണ്. ഈ റീപ്ലേസ് ചെയ്യും. പക്ഷേ എവിടെയാണ്? 2ലാണ് OH വന്നേക്കുന്നത്. അപ്പോൾ എന്ത് വിളിക്കും? പ്രൊപ്പൻ 2 ഓൾ എന്ന് പറയും. എന്തെന്ന് പറയും? പ്രൊപ്പൻ 2 ഓൾ. അപ്പോൾ എന്താണ്? പേര് പറയുക, പേരിൻ്റെ ഈ മാറ്റിയിട്ട് ഓൾ കൊടുത്താൽ ആൽക്കഹോൾ കിട്ടും. പക്ഷേ ആ ഓൾ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്പർ കൂടെ അങ്ങോട്ട് കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൽക്കഹോളുകളുടെ നമ്പറിങ് കിട്ടും. അപ്പോൾ IUPAC റൂൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. കാർബൺ ചെയിൻ കണ്ടെയ്നിങ് ദ OH ഗ്രൂപ്പ്, അതായിരിക്കും മെയിൻ ചെയിൻ എന്ന് പറയേണ്ടത്. അത് നമുക്കറിയാമല്ലോ, അതായത് മെയിൻ ചെയിൻ എന്ന് പറയുന്നു. ഈ കാർബൺ ആറ്റത്തിൻ്റെ നമ്പർ കൊടുക്കേണ്ടത് എപ്പോഴും എങ്ങനെയായിരിക്കണം? ഫങ്ഷണൽ ഗ്രൂപ്പിന് ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിലായിരിക്കണം. എന്നിട്ട് ഈ പറയുന്ന ആളുടെ ആ കാർബൺ ചെയിനിൻ്റെ പേരിൻ്റെ ഈ മാറ്റിയിട്ട് എന്ത് കൊടുക്കണം? അവൻ്റെ പൊസിഷൻ നമ്പറും അതിനുശേഷം ഓളും കൊടുക്കണം. പൊസിഷൻ നമ്പറും അതിനുശേഷം ഓളും കൊടുത്താൽ നമുക്ക് പേര് കിട്ടി. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, 1, 2, 3 എന്ന നമ്പറിങ്ങിന് പകരം ഇവിടെ 1 കൊടുക്കണം, ലോവസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലോവസ്റ്റ് കിട്ടുമ്പോൾ മെത്ത് എത്ത് പ്രൊപ്പാണ് പേര്. അപ്പോൾ പ്രൊപ്പ് കൊടുത്തു. പ്രൊപ്പൻ ഈ മാറ്റിയിട്ട് 1 ഓൾ കൊടുത്തപ്പോൾ പ്രൊപ്പൻ ഓൾ കിട്ടി. രണ്ടാമത് നമ്മൾ പഠിച്ചതാണ് എന്ത്? മെത്ത് എത്ത് പ്രൊപ്പ്. അപ്പോൾ എന്താണ്? PROPAN പ്രൊപ്പൻ. ഈക്ക് വരെ എന്ത് കൊടുക്കണം? രണ്ടാമത്തെ പൊസിഷനിൽ ഓൾ വന്നുകൊണ്ട് 2 ഓൾ എന്ന് കൊടുക്കും. അങ്ങനെ നമുക്ക് പേര് കിട്ടി. തീർന്നു. എന്നാൽ ഇവിടുത്തെ പേര് നോക്കിയേ. മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെൻറ്റ്. അപ്പോൾ നമ്മൾ ഇടത്ത് നിന്ന് വലത്തോട്ടാണ് നമ്പർ ഇടുന്നതെങ്കിൽ 1, 2, 3, 4, 5 എന്ന് വരും. പക്ഷേ അതിഥിക്ക് 4 എന്ന നമ്പർ കിട്ടും. പക്ഷേ അതിഥിക്ക് നമ്മളെപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതിഥിദേവോ ഭവ എന്നാണ് അല്ലേ. അപ്പോൾ നമ്മൾ നമ്പർ തിരിച്ചു കൊടുക്കും. 1, 2, 3, 4, 5 എന്ന് കൊടുക്കും. അപ്പോൾ രണ്ടാമത്തെ പൊസിഷനിലാണ് OH വന്നേക്കുന്നത്. അപ്പോൾ ഇവൻ്റെ പേരെന്താണ്? ഇവൻ്റെ പേര് വരേണ്ടത് എന്താണ്? PENTANE, പെൻറ്റേൻ എന്ന് വരണം. അപ്പോൾ ഈ നമ്മൾ എന്ത് ചെയ്യും? കൂട്ടക്ഷരം എഴുതിൻ്റെ പണിയാണ്. ഓക്കെ, PENTANE എന്ന് വരേണ്ടതാണ്. ഈ മാറ്റിയിട്ട് ഇവിടെ OH വന്നുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കും? പൊസിഷൻ നമ്പറായ 2ഉം ഓളും കൊടുക്കും. അപ്പോൾ എന്ത് വരും? പെൻഡൻ 2 ഓൾ എന്ന്. ഇതാണ് എന്ത്? അവൻ്റെ കറക്റ്റ് പേര്. പെൻഡൻ 4 ഓൾ അല്ല. 4 എന്ന് വെച്ചാൽ അതിഥിക്ക് നമ്പർ കുറഞ്ഞു പോയി എന്നാണ് അർത്ഥം. തെറ്റല്ലേ? ഇതാണ് ഈ നോട്ടിലൂടെ ഞാൻ വ്യക്തമായിട്ട് കൊടുത്തിട്ടുള്ളത്. ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ആൻ ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റം ബോണ്ടഡ് ടു കാർബൺ ഇൻ എൻ ഓർഗാനിക് കോമ്പൗണ്ട് ഡിറ്റർമൈൻ ദ ഡിസ്റ്റിങ്റ്റീവ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടി ഓഫ് ദറ്റ് കോമ്പൗണ്ട്. ദിസ് ആറ്റം ഗ്രൂപ്പ് ഈസ് കോൾഡ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഓക്കെ ആണല്ലോ. ഫങ്ഷണൽ ഗ്രൂപ്പുകളിൽ ആദ്യം വരുന്നത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അഥവാ OH. OH വരുമ്പോഴത്തേക്കും അത് എന്തായിട്ട് മാറും? ആൽക്കഹോളായിട്ട് മാറും. ഒരു ആലിഫാറ്റിക് ഹൈഡ്രോ കാർബണിൽ OH എന്ന ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഫങ്ഷണൽ ഗ്രൂപ്പ് ആൽക്കഹോൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. നെയിമിംഗ് കൊടുക്കാനായിട്ട് ആദ്യത്തെ 2 വരെ വരുന്ന കേസിൽ എന്ത് ചെയ്താൽ മതി? ആ പറയുന്ന ആൽക്കേനിൻ്റെ ഈ മാറ്റിയിട്ട് ഓൾ കൊടുത്താൽ മതി. മീതേൻ്റെ ഈ മാറ്റി ഓൾ വരുമ്പോൾ മെത്തനോളാവും. ഈ ഈതേൻ്റെ മാറുമ്പോൾ എത്തനോളും ആവും. പക്ഷേ പ്രശ്നം വരുന്ന എപ്പോഴാണ്? മോർ ദാൻ 2 കാർബൺ ആറ്റം വരുന്ന കേസുകളിൽ പൊസിഷൻ ഓഫ് ദ OH നമ്മൾ എന്ത് ചെയ്യണം? സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കാർബൺ ആറ്റങ്ങളെ നമ്പർ ചെയ്യണം. എങ്ങനെ? ഫങ്ഷണൽ ഗ്രൂപ്പിൽ ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിൽ. എന്നിട്ട് ഈ പറയുന്ന ആൽക്കേനിൻ്റെ ഈ മാറ്റിയിട്ട് പൊസിഷൻ നമ്പർ പ്ലസ് ഓളാണ് കൊടുക്കേണ്ടത്. പൊസിഷൻ നമ്പർ പ്ലസ് ഓൾ കൊടുക്കണം. കണ്ടോ, ആൽക്കേനിൻ്റെ ഈ മാറ്റിയിട്ട് ഹൈഫൺ കൊടുത്തിട്ട് പൊസിഷൻ നമ്പർ കൊടുത്തിട്ട് എന്ത് ചെയ്യണം? ഈ പറയുന്ന ഓള് കൊടുക്കണം. ഓക്കെ, പൊസിഷൻ നമ്പർ ഓഫ് ദ OH കൊടുത്തിട്ട് ഓൾ കൊടുക്കണം. കണ്ടോ, പ്രൊപ്പൻ 1 ഓൾ, പ്രൊപ്പൻ 2 ഓൾ, പെൻഡൻ 2 ഓൾ എന്ന പേരുകളൊക്കെ ഇവിടെ വരും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ഗ്രൂപ്പിലോട്ട് പോകാമല്ലോ. അടുത്ത ഗ്രൂപ്പ് കാണുമ്പം കുറച്ച് പേടി തോന്നുമെങ്കിലും പഠിക്കാൻ എളുപ്പമുള്ള ഗ്രൂപ്പാണ് കാർബോക്സിൽ ഗ്രൂപ്പ്. ആരാണ്? കാർബോക്സിൽ ഗ്രൂപ്പ്. കാർബോക്സിൽ ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാർബണിൻ്റെ 4 ബോണ്ടുകളിൽ ഒരു ബോണ്ട് OH വന്നിരിക്കും. അടുത്ത് ഒരു ഡബിൾ ബോണ്ടിൽ ഓക്സിജൻ വന്നിരിക്കും. ഇവനെയാണ് എന്ത് വിളിക്കുന്നത്? കാർബോക്സിൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. മിച്ചമുള്ള ഒന്ന് വന്നിട്ട് എവിടെ അറ്റാച്ച് ചെയ്യും? ഒരു ചെയിനിൽ വന്ന് അറ്റാച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് കാർബോക്സിലിക് ആസിഡ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ OH എന്ന ഹൈഡ്രോക്സിൽ ഒരു ചെയിനി വരുമ്പോൾ ആൽക്കഹോൾ കിട്ടും പോലെ ഈ പറയുന്ന COOH ഷോർട്ട് ഫോമിൽ അവനെ എന്ത് വിളിക്കും? നമുക്ക് COOH എന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഒരു ചെയിനി വന്ന് ചേരുമ്പോൾ, ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പേരെന്താണ്? കാർബോക്സിൽ ഗ്രൂപ്പ്. അങ്ങനെ ഒരു കാർബോക്സിൽ ഗ്രൂപ്പ് ഒരു ചെയിനി വന്ന് ചേരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കാർബോക്സിലിക് ആസിഡ് കിട്ടും. അവിടെ ആൽക്കഹോൾ കിട്ടിയതുപോലെ ഇവിടെ കാർബോക്സിലിക് ആസിഡ് കിട്ടും. കാണുമ്പോൾ കുറച്ച് പേടി തോന്നിക്കുമെങ്കിലും നെയിമിങ് വളരെ വളരെ ഈസിയാണ്. കാരണം
ഈ പറയുന്ന കാർബോക്സിൽ ഗ്രൂപ്പ് മിക്കവാറും എന്നല്ല എപ്പോഴും ഒരു ചെയിനിൻ്റെ ആദ്യമോ അവസാനമോ മാത്രമേ കാണുള്ളൂ. അതുകൊണ്ട് ഈ പൊസിഷൻ നമ്പർ മറ്റു കയറ്റി 1 ഓൾ 2 ഓൾ 3 ഓൾ നിയമം ഒന്നും ഇവിടെ വേണ്ട, പേടിക്കേണ്ട. ഒന്നുകിൽ ആദ്യം വരും അല്ലെങ്കിൽ അവസാനം വരും. കാരണം ഈ കാർബൺ ഓക്സിജൻ ഡബിൾ ബോണ്ടും ഈ പറയുന്ന OH സിംഗിൾ ബോണ്ട് ചേർന്നിട്ട് മറ്റൊരു ചെയിൻ ചേരുമ്പോൾ അത് ഒന്നുകിൽ ആദ്യമോ അവസാനമോ മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കാർബോക്സിൽ എപ്പോഴും ഒന്നുകിൽ ആദ്യമോ അവസാനം ആയിരിക്കും. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന നിയമം പോലെ ഞാൻ നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ വേണ്ടി പറഞ്ഞു തന്നതാണ്. ശരി, നമുക്ക് നോക്കാം എന്താണ് ഇപ്പോൾ കാർബോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. The compound containing COOH, COOH, COOH എന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നാൽ അതിനെയാണ് നമ്മൾ കാർബോക്സിലിക് ആസിഡ് എന്ന് വിളിക്കുന്നത്. ഇത് രണ്ട് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യും. കാർബൺ ഡബിൾ ബോണ്ട് O എന്ന രീതിയിൽ ദാ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഒരു OH വന്ന് ചേർന്നിട്ടുണ്ട്, ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. അല്ല, സിമ്പിളായിട്ട് നമുക്ക് COOH എന്ന് എഴുതിയാലും രണ്ടും ആരെ തന്നെ കാണിക്കുന്നു? കാർബോക്സിൽ ഗ്രൂപ്പിനെ തന്നെ കാണിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു കാർബോക്സിൽ ഗ്രൂപ്പ് ഒരു ചെയിനിൽ വന്നാൽ ഒന്നുമില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഒരു ആൽക്കെയിനിൽ ഒരു കാർബോക്സിൽ വന്നാൽ അവസാനത്തെ ഈ മാറ്റിയിട്ട് നമ്മൾ എന്ത് കൊടുക്കണം? നമ്മൾ ഓയിക് ആസിഡ് എന്ന് കൊടുക്കണം. എന്ത് കൊടുക്കണം? ഓയിക് ആസിഡ് എന്ന് കൊടുക്കണം. ഉദാഹരണം മീഥൈൻ. മീഥൈൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ മാറ്റിയിട്ട് ഓയിക് ആസിഡ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മെത്തനോയിക് ആസിഡ് എന്ന് കിട്ടും. എന്ത് കിട്ടും? മെത്തനോയിക് ആസിഡ് എന്ന് കിട്ടും. പക്ഷേ ട്വിസ്റ്റ് അതല്ല. ഇവിടുത്തെ മെയിൻ ട്വിസ്റ്റ് വരുന്നത് കാർബണിൻ്റെ എണ്ണം എടുക്കുമ്പോഴാണ്. കാർബണിൻ്റെ എണ്ണം എടുക്കുമ്പോൾ നമ്മൾ ഇവനകത്തുള്ള ഈ കാർബണയും കൂടെ കൂട്ടി വേണം എപ്പോഴും എണ്ണം എടുക്കാൻ. ഓക്കെ, COOH വന്ന് ചേർന്നെങ്കിലും അതിലുള്ള സിയും കൂടി ചേർത്തിട്ട് വേണം നമ്മൾ എപ്പോഴും എന്തെടുക്കാൻ? നമ്പർ എടുക്കാനായിട്ട്. അല്ലാതെ എന്ത് ചെയ്യരുത്? നമ്മൾ നേരത്തെ OH ഒക്കെ എടുത്ത അതിനകത്തൊന്നും കാർബൺ ഇല്ലല്ലോ, അതുകൊണ്ട് OH നമ്മൾ മാറ്റി നിർത്തി എടുത്തെങ്കിലും ഈ പറയുന്ന കാർബോക്സിൽ ഗ്രൂപ്പ് വരുമ്പോഴത്തേക്ക് നമ്മൾ ആരെയും കൂടി എടുക്കണം, കാർബണയും കൂടെ ചേർത്ത് വേണം നെയിമിങ് കൊടുക്കാൻ ആയിട്ട്. ഓക്കെ, ഓക്കെ, ഇവിടെ കിടപ്പുണ്ട്. We must consider the total number of carbon atom in the main chain including the one in the carboxyl group. ഓക്കെ, എന്നിട്ട് അങ്ങനെ എടുത്തിട്ട് പേര് കൊടുത്താലേ കറക്റ്റ് പേര് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഇവിടുത്തെ കേസ് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, കാണുന്നുണ്ടല്ലോ, ഒരു CH3യുടെ കൂടെ ദാ ഈ പറയുന്ന ഒരു COOH വന്ന് ചേർന്നേക്കാണ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു കാർബണേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് മെത്ത് എന്ന് എഴുതി ഇതിനെ എന്താക്കരുത്? മെത്തനോയിക് ആസിഡ് ആക്കരുത്. ആരെയും കൂടി എടുക്കണം. ദാ ഈ കാർബണെ എടുക്കണം, തൊട്ടിപ്പുറത്തെ ഇവൻ്റെ കാർബണയും കൂടി എടുത്ത് ETHANE എന്നെടുക്കണം, ഈഥൈൻ എന്ന് എടുക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന ETHANEയിലെ ഈയെ മാറ്റിയിട്ട് എന്ത് പേര് കൊടുക്കണം? ഓയിക് ആസിഡ് എന്ന് കൊടുക്കുമ്പോൾ പേര് കിട്ടും എത്തനോയിക് ആസിഡ്. ഇതാണ് ഇവൻ്റെ പേര്. കണ്ടോ, നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദ ചെയിൻ മസ്റ്റ് ബി 2. കണ്ടോ, ഇവിടെ 2 ആയിട്ട് തന്നെ എടുക്കണം, അല്ലാതെ 1 എടുത്ത് തന്നെ കളി മാറും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് പിള്ളേരെ? ഇതാണ് കാർബോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ പറയുന്നത് ഇവൻ്റെ പേര് പറ. ശിവനെ, ഇതെന്തോ സാധനം? HCOOH. ഇതെന്തോ സാധനം? എടാ നോക്കടേ, എത്ര കാർബൺ ആറ്റം ഉണ്ട് ഇവിടെ? നമ്മൾ അത് മാത്രം നോക്കിയാൽ പോരെ. എത്ര കാർബൺ ആറ്റം? ഒരു കാർബൺ ആറ്റം. COOH ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഇത് ഏത് ഗ്രൂപ്പ്? ഇത് കാർബോക്സിൽ ഗ്രൂപ്പ്. കാർബോക്സിൽ ഗ്രൂപ്പ് എന്ന് കൊടുക്കേണ്ട പേരെന്തുവാണ്? ഈ മാറ്റിയിട്ട് ഓയിക് ആസിഡ് എന്ന് കൊടുക്കണം. ഒരെണ്ണേ ഉള്ളൂ. പേരെന്താണ് വരേണ്ടത്? മീഥൈൻ. ഈ മാറ്റി എന്ത് കൊടുത്തു? ഓയിക് ആസിഡ് കൊടുത്തു. എന്ത് കിട്ടും പേര്? METHANOIC ആസിഡ്, അഥവാ എന്ത് വിളിക്കും? മെത്തനോയിക് ആസിഡ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? മെത്തനോയിക് ആസിഡ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? മെത്തനോയിക് ആസിഡ് എന്ന് വിളിക്കും. ഇവിടെ കണ്ടോ, എത്തനോയിക് ആസിഡ് കാണുമ്പോൾ മനസ്സിലാവും. കാരണം 1, 2 എത്തനോയിക് ആസിഡ്. അങ്ങനെയാണെങ്കിൽ പ്രൊപ്പനോയിക് ആസിഡ് എങ്ങനെയായിരിക്കും? പ്രൊപ്പനോയിക് ആസിഡ് ദാ കിടക്കുന്നു. പ്രൊപ്പനോയിക് ആസിഡ്, അയ്യോ മൗസ് അടക്കും, ഇതാ കിടക്കും. പ്രൊപ്പനോയിക് ആസിഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നോക്ക്? CH3 CH2 C. അപ്പോൾ മെത്ത് എത്ത് പ്രൊപ്പ് C ഡബിൾ ബോണ്ട് O സിംഗിൾ ബോണ്ട് OH. കണ്ടോ, അപ്പോൾ CH3 CH2. അപ്പോൾ സംഭവം മനസ്സിലായല്ലോ. കാർബോക്സിലിക് ആസിഡിൻ്റെ പേര് എന്നിട്ട് എഴുതാൻ ചോദിക്കുമ്പോൾ ഇവിടെ ഉള്ള എണ്ണത്തിൻ്റെ ഒന്ന് കുറച്ച് നമ്മൾ ചെയിൻ വരച്ചാൽ മതി. പിന്നെ ആരെ കൂടെ കയറ്റി കൊടുത്താൽ മതി? ആ പറയുന്ന കാർബോക്സിൽ ഗ്രൂപ്പിനെയും കൂടി ചേർത്ത് കൊടുത്താൽ മെത്ത് പ്രൊപ്പ് ചേർത്ത് പ്രൊപ്പനോയിക് ആസിഡ് കിട്ടും. എന്നാൽ ബ്യൂട്ടനോയിക് ആസിഡിൻ്റെ സ്ട്രക്ചർ വരച്ചപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? CH3 മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് അല്ലേ? മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ടിന് എന്ത് ചെയ്യണം? അതിന് CH3 എഴുതണ്ട, COOH ഇട്ട് കൊടുത്താൽ മതി. കണ്ടോ, CH3 1, 2, 3 മതി. നാലാമത്തെ ഇവൻ്റെ കൂടെ ഉണ്ട്. അപ്പം മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ടിൻ്റെ ആൾ ഇവൻ്റെ കൂടെ ഉണ്ട്, ബ്യൂട്ടനോയിക് ആസിഡ്. പെൻറ്റനോയിക് ആസിഡ് ആകുമ്പോഴോ മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട്. ബാക്കി ആര് ഇവൻ്റെ ഉണ്ട്? അഞ്ചാമത്തെ ആൾ. അപ്പം നമുക്ക് എന്ത് കിട്ടും? പെൻറ്റനോയിക് ആസിഡ് കിട്ടും. രണ്ടെണ്ണവും സെറ്റാണല്ലോ.
ആൽക്കഹോളും ഈ ആൽക്കഹോളിനകത്ത് വരുന്ന ഈതയിൽ ആൽക്കഹോൾ എന്ന് പറയുന്ന ആൽക്കഹോളാണ് നമ്മുടെ ചേട്ടന്മാരൊക്കെ വാങ്ങിച്ച് കുടിക്കുന്നത് കേട്ടോ. ഈ കുടിക്കാൻ ഉപയോഗിക്കുന്നത് എത്തനോയിക് ആസിഡാണ്. സോറി, അയ്യോ എത്തനോയിക് ആസിഡ് എന്ന്, എത്തനോളാണ്. അയ്യോ ഇപ്പോൾ പറഞ്ഞ വിഷയമായി. എത്തനോളാണ് കേട്ടോ ആൽക്കഹോൾ പഠിച്ചപ്പോൾ ഉള്ളത്. ശരി, അപ്പോൾ 2 എണ്ണം സെറ്റായി എന്ന് വിശ്വസിക്കുന്നു. ഇനി പറയാനുള്ളത് ആൽഡിഹൈഡ്, അത് കഴിഞ്ഞിട്ട് കീറ്റോണ്, പിന്നെ വരുന്നതാണ് ഹാലോ ഗ്രൂപ്പ്, അതുപോലെ ആൽക്കോക്സി ഗ്രൂപ്പ് 6 എണ്ണം ഉണ്ട്. 6 എണ്ണം ഒരു 2 വെച്ചങ്ങ് തീർക്കാം, അല്ലെങ്കിൽ 3 വെച്ചങ്ങ് തീർക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയും മതി. ഫങ്ഷണൽ ഗ്രൂപ്പിനെ പറ്റി ഒരു ബേസിക് ഐഡിയ കിട്ടി കാണുമല്ലോ. എല്ലാം കൂടി ഒരുമിച്ചായി ശരിയാവില്ല. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.